ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാൾ ഹാങ്ങിങ്ങിൻ്റെ വീഡിയോ ആണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ വലിച്ചെറിയുന്ന ഒരു പഴയ പ്ലേറ്റ് കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും തന്നെ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആയിട്ടാണിത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീണ്ടും വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതെന്താ ഇതുപോലുള്ളൊരു പ്ലേറ്റാണ് എടുത്തത്. ഇതൊരു ഫൈബറിൻ്റെ പോലത്തെ ഒരു പ്ലേറ്റാണ്. ഇത് കുറച്ച് പഴയ ഒരു പ്ലേറ്റ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന്. അങ്ങനെയാണ് വാൾ ഹാങ്ങിങ്ങിൻ്റെ ഐഡിയയിലേക്ക് വന്നത്. ഞാനിപ്പോൾ ഒരു വലിയ സ്പൂണിൽ ഇവിടെ ഒരു 8 സ്പൂണോളം പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ അധികം ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ ചേർക്കുമ്പോൾ കുറച്ച് അധികം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും അതിലേക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ഒരു വെള്ളം പോലെ ആകുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ പ്ലേറ്റിലൊന്നും നിൽക്കില്ല. അപ്പോൾ കുറച്ചൊരു തിക്കായ കൺസിസ്റ്റൻസിയാണ് വേണ്ടുന്നത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് ഫെവിക്കോൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് സ്റ്റിക്കിയായി നിൽക്കാൻ വേണ്ടിയാണ് ഫെവിക്കോൾ ആഡ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അതൊന്ന് അടർന്ന് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആ ഫെവിക്കോൾ എല്ലായിടത്തും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പ്ലേറ്റ് കാണാത്ത വിധത്തിൽ നമുക്കിത് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം. പ്ലേറ്റിൻ്റെ എഡ്ജിലൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. ആ പ്ലേറ്റ് കാണാത്ത വിധത്തിലേക്ക് വേണം നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി. എഡ്ജിലൊക്കെ ആകുമ്പോൾ പ്ലേറ്റ് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മൂടത്തക്ക വിധത്തിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇപ്പോൾ ഫുള്ളായി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ഫോർക്ക് യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങാൻ വേണ്ടി കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വൈകുന്നേരമായി. ഞാൻ ഒരു 11 മണി 12 മണി ആയപ്പോഴൊക്കെ വെച്ചത്. ഇപ്പോൾ കുറച്ച് വൈകുന്നേരം ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് ഇതുപോലുള്ള മൗൾഡിറ്റിൻ്റെ എംബോക്സി കോമ്പൗണ്ടാണ്. ഈ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ 2 പാക്കറ്റ് കൂടി ഉണ്ടാവും. ആ 2 പാക്കറ്റിലെ ക്ലേ കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷമാണ് നമുക്ക് ഓരോ ഷേപ്പിലേക്ക് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. 2 പാക്കറ്റിലെയും ക്ലേ ഒരേ എമൗണ്ടിൽ വേണം എടുക്കാൻ. എന്നിട്ട് അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ആദ്യം ഞാൻ ഗണപതിയുടെ തലയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. മുകൾ ഭാഗം കുറച്ച് പരന്നിട്ടും താഴ്ഭാഗം നമുക്ക് തുമ്പിക്കൈ പോലെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. പിന്നെ ഇതൊന്നൊന്ന് ഷേപ്പാക്കി എടുക്കുക. തുമ്പിക്കൈയും പിന്നെ കണ്ണിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഗണപതിൻ്റെ വയറിൻ്റെ ഭാഗമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് എടുത്തതിന് ശേഷം ഒരു ഓവൽ ഷേപ്പാക്കി എടുക്കാം. ഇനി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നേരത്തെ ഉണ്ടാക്കി വെച്ച ആ തലയുടെ ഭാഗവും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് വേണ്ടുന്നത് കാലിൻ്റെ ഭാഗമാണ്. അത് ഞാനിതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും ചെയ്ത് കൊടുക്കാം. കൈയിൻ്റെ ആ ഭാഗവും നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ചെവിയും അതുപോലെ തന്നെ ഷേപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കണ്ണിൻ്റെ ഭാഗത്ത് വിരലുകൊണ്ട് തന്നെ ഒരു കുഴി പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആക്കിക്കൊടുക്കുന്നത് കിരീടത്തിൻ്റെ ആ ഒരു ഭാഗമാണ്. കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെയാക്കി കിരീടത്തിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു പെന്നോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് കാലിൻ്റെ വിരലുകൾ അതുപോലെ തന്നെ കൈയിൻ്റെ വിരലുകൾ അങ്ങനെ ചെറുതായി ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. കിരീടത്തിൻ്റെ മുകളിലെ ആ ബോൾസിനൊക്കെ ഞാൻ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ചെവിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഗണപതിയുടെ താഴെയുള്ള ഭാഗത്തും ഇതുപോലെ ഒരു ഷേപ്പാക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിന് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് റെഡ് ആക്രിലിക് കളറാണ്. ഗണപതിക്ക് കൊടുക്കേണ്ട ബാക്കി എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ഈ പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗണപതിക്ക് ബ്ലാക്ക് കളർ കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
നമ്മൾ നേരത്തെ കളർ ചെയ്ത റെഡിൻ്റെ ഇടയിലൊക്കെ കുറച്ച് വൈറ്റ് ലൈൻസ് പോലെ കാണുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ ബ്ലാക്ക് കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി പ്ലേറ്റിൻ്റെ ഈ എഡ്ജിലൊക്കെ ഇതുപോലെ ബ്ലാക്ക് കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗണപതിക്ക് കുറച്ച് മെറ്റാലിക് ഗോൾഡ് അപ്ലൈ ചെയ്യണം. വിരൽ കൊണ്ട് തന്നെ ചെയ്താൽ മതി, അപ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാകുന്നത്. വിരലുകൊണ്ട് നമ്മളിങ്ങനെ പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇടയിലൊക്കെ ചെയ്യാനൊരു പക്ഷേ നമുക്ക് വിട്ടുപോകും. ആ സമയത്ത് നമുക്ക് ബ്രഷ് യൂസ് ചെയ്യാം. എന്നിട്ട് ആ ഇടയിലൊക്കെ നമുക്ക് ബ്രഷ് കൊണ്ട് തന്നെ ഈ മെറ്റാലിക് ഗോൾഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ എടുക്കുന്നത് മെറ്റാലിക് തന്നെ ബ്രൗൺ കളറാണ്. ഇനി ഗോൾഡ് ഇല്ലെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനിത് എടുക്കുന്നത് മാത്രം. ഇനി ഞാൻ മെറ്റാലിക് ബ്രൗൺ എടുത്ത് വിരലുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷും യൂസ് ചെയ്യാം. ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയത് വിരലുകൊണ്ട് ചെയ്യുമ്പോഴാണ്. ഇനി ഞാനിതിൻ്റെ എഡ്ജിലും മെറ്റാലിക് ബ്രൗൺ തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വാൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പഴയ പ്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയാണെന്ന് ആരും പറയില്ല. വളരെ ഈസിയായി നമുക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ഐറ്റമാണിത്. നമ്മുടെ വീട്ടിലൊക്കെ വലിച്ചെറിയുന്ന ഒരു പ്ലേറ്റ് മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.